ഇനിയിപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സാഫ് മാത്രമായിട്ട് കൊടുത്താൽ മതി കേട്ടോ. NPK 19 വാങ്ങാനുള്ള ലിങ്ക് ഷെയർ ചെയ്യുമോ? ഈ വളങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. വെച്ചാല് നമ്മളിപ്പോ NPK 19 നമ്മളിപ്പോ വളക്കടയിൽ പോയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 100 രൂപയ്ക്ക് 120 രൂപ കിട്ടും. ഇനിയിപ്പോൾ 100 ഗ്രാം ലൂസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കിട്ടും? വലിയ വില കൊടുക്കേണ്ടി വരില്ല. പക്ഷെ നമ്മൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ അങ്ങനെയൊക്കെ പോയിട്ട് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വില വരും. അപ്പോൾ അതിൻ്റെ എക്സ്പയറിയോ കാര്യങ്ങളോ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനും പറ്റൂല. അപ്പോൾ നല്ലത് എന്താ വെച്ചാൽ എല്ലാ വളക്കടയിലും NPK 19 ഉണ്ടാവും. ഇനി ഓൺലൈനായിട്ട് നമുക്ക് അയച്ചു തരുന്ന ഇവിടുത്തെ കോഴിക്കോടെയോ കേരളത്തിലുള്ള ഒരുപാട് വളക്കട ഉണ്ട്. ഞാൻ തന്നെ 2 വളക്കടൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ NPK 19 എന്നല്ല ട്ടോ. ഏത് വളങ്ങളാണെങ്കിലും നമ്മള് ആമസോണും ഫ്ലിപ്കാർട്ടും അയിന്നൊക്കെ വാങ്ങുക. അധികം ആൾക്കാര് അങ്ങനെ വാങ്ങുന്നവരുണ്ട്. അതെന്താച്ചാല് ഒരുപാട് പൈസ നമ്മള് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കമ്പനി ഇപ്പൊ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ വാങ്ങിയവര് എന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിച്ച മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നേക്കണ്. ഞാൻ അതിലെ ഞാൻ ഏത് വളം കണ്ടാലും അതിന്റെ കണ്ടന്റ് നോക്കിയിട്ടാണ് ഞാൻ പറയാ ഇത് കൊടുത്തോളി എന്നുള്ളത്. അപ്പൊ അതില് കണ്ടന്റ് നോക്കുമ്പോൾ അതില് NPK ഉണ്ട്, നൈട്രജന് 10%, ഫോസ്ഫറസ് 10%, പൊട്ടാസ്യം അതേപോലെ തന്നെ 10%. അപ്പൊ അതെങ്ങനെയാ മൈക്രോ ന്യൂട്രിയൻസ് ആവുക? കാരണം അതില് മൈക്രോ ന്യൂട്രിയന്റ് സൂക്ഷ്മമൂലകങ്ങൾ ഒന്നിന്റെ കണ്ടന്റ് പോലും എഴുതിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ കബളിപ്പിക്കപ്പെടാം. കാരണം നമ്മൾ ഉദ്ദേശിച്ച